ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. നമ്മളെ റീനീറ്റിന്റെ ക്ലാസ്സുകളെ ഗംഭീരമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ കുറച്ച് ചാപ്റ്റേഴ്സുമായിട്ട് നിങ്ങളെ കാണാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഫസ്റ്റ് ഇയർ ബോട്ടണിയിലെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, രണ്ടാമത്തത് നമ്മുടെ സെക്കൻഡ് ഇയറിലെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. അപ്പൊ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മളുടെ ചാപ്റ്ററിലേക്ക് പോവാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, പ്ലാന്റ് ഗ്രോത്ത് ഈസ് യുണീക് ബിക്കോസ്. നമുക്കറിയാം ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് എൻ ഓർഗാനിസം ആണ്, പെർമനന്റ് പ്രോസസ് ആണ്, ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ ആണ് ഗ്രോത്ത് നടക്കാൻ കാരണം. എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പ്ലാന്റ് ഗ്രോത്തും ആനിമൽ ഗ്രോത്തും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, പ്ലാന്റ്സിന് അവരുടെ ലൈഫ് ടൈം മൊത്തം വളരാൻ പറ്റും. എന്താ കാരണം? ദ ആക്ടിവിറ്റി ഓഫ് മെരിസ്റ്റംസ് എന്നാണ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി ആനിമൽസിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ആനിമൽസിന്റെ ഗ്രോത്ത് ലിമിറ്റഡ് ആണ്. അവർക്ക് അവരുടെ ലൈഫ് ടൈം മൊത്തം വളരാൻ പറ്റുമോ? ഇല്ല. സോ പ്ലാന്റ്സിന് ലൈഫ് ടൈം മൊത്തം വളരാൻ പറ്റുന്നു, അതല്ലേ അവരുടെ യുണീക് ഫീച്ചർ. ഇവിടെ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ദ പ്ലാന്റ്സ് നോട്ട് റീറ്റെയിൻ ദി കപ്പാസിറ്റി ഫോർ അൺലിമിറ്റഡ് ഗ്രോത്ത്. നോട്ട് എന്നാണോ പറയാ? അല്ല. ദ പ്ലാൻ റീറ്റെയിൻ ദി കപ്പാസിറ്റി ഫോർ ലിമിറ്റഡ് ഗ്രോത്ത് ആണോ? അല്ല. ദ പ്ലാൻ റീറ്റെയിൻ ദി കപ്പാസിറ്റി ഫോർ അൺലിമിറ്റഡ് ഗ്രോത്ത് ത്രൂ ഔട്ട് ദിയർ ലൈഫ്. ഇതല്ലേ പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ യുണീക്ക് ആക്കുന്നത്. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ 3 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഗ്രോത്തിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെല്ലുലാർ ലെവൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസ. പക്ഷെ എല്ലാ കേസിലും നമുക്ക് പ്രോട്ടോപ്ലാസത്തിന്റെ ആ ഒരു കൗണ്ട് നോക്കിയിട്ട് ഗ്രോത്ത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മറ്റ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചും കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഗ്രോത്ത് നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കും. ആ ഡിഫറെന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്, ഒന്ന് ഇൻക്രീസ് ഇൻ ഫ്രഷ് വെയിറ്റ്, രണ്ടാമത്തതോ ഇൻക്രീസ് ഇൻ ഡ്രൈ വെയിറ്റ്, ദെൻ ഇൻക്രീസ് ഇൻ ഏതാ വരാ? ലെങ്ത്, ഏരിയ, സെൽ നമ്പർ. ഇതൊക്കെ എന്താ? ഗ്രോത്ത് മെഷർ ചെയ്യാനുള്ള ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് ബേസ് ചെയ്ത് മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ ഈ കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മെയ്സിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഒരു സിംഗിൾ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം 1 മണിക്കൂർ കൊണ്ട് മോർ ദാൻ 17,500 ന്യൂ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ മോർ ദാൻ 17,500 ന്യൂ സെൽ നിർബന്ധമായിട്ടും ഓർത്തു വെക്കണം. ഇനി ഒരു വാട്ടർമെലന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രോത്ത് നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താ? ഇൻക്രീസ് ഇൻ സൈസ്. അവരുടെ കേസിൽ സൈസ് എത്ര ഇൻക്രീസ് ചെയ്യുന്ന പറയണത്? ഇറ്റ്സ് അപ് ടു 3,50,000 ടൈംസ്. അപ്പൊ ഇൻക്രീസ് ഇൻ സൈസ് ആണ് അവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഒരു പോളൻ ട്യൂബിന്റെ കേസിലാണെങ്കിൽ അവിടെ നമ്മൾ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് എന്തിന്റെ ടേംസിലാ? ഇൻ ടേംസ് ഓഫ് ലെങ്ത്. എന്നൊരു ഡോസി വിൻഡർ ലീഫിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഗ്രോത്ത് മെഷർ ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താ? ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ആണ്. അപ്പൊ ഈ പാരാമീറ്റേഴ്സ് കൂടെ നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. ഇത് ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നമ്മളുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഗ്രോത്ത് അറ്റ് സെല്ലുലാർ ലെവൽ ഈസ്, നമ്മൾ പറഞ്ഞു സെല്ലുലാർ ലെവലിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഇൻക്രീസ് ഇൻ എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസ് ആണ് അല്ലേ. സോ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യാൻ പറ്റുക? പ്രിൻസിപ്പലി എ കോൺസിക്വൻസ് ഓഫ് ഇൻക്രീസ് ഇൻ എമൗണ്ട് ഓഫ് പ്രോട്ടോപ്ലാസം. ഇതല്ലേ ആൻസർ വരിക. സോ ഓപ്ഷൻ 1 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. Growth is therefore measured by a variety of parameters which are. Growth measure ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാ? ഇൻക്രീസ് ഇൻ ഫ്രഷ് വെയിറ്റ് ഒരു പാരാമീറ്റർ ആണ്, ഇൻക്രീസ് ഇൻ ഡ്രൈ വെയിറ്റ് മറ്റൊരു പാരാമീറ്റർ ആണ്, ആൻഡ് ഇൻക്രീസ് ഇൻ ലെങ്ത്, ഏരിയ, വോള്യൂം, സെൽ നമ്പർ എല്ലാം പാരാമീറ്റേഴ്സ് അല്ലേ. സോ ഇവിടുത്തെ ആൻസർ ചെയ്താ വരിക ഓപ്ഷൻ 4 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. The cell attain their maximum size in terms of wall thickening and protoplasmic modification in the. അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രോത്തിന് 3 ഫേസസ് ആണുള്ളത് അല്ലെ. ഏതൊക്കെയാ 3 ഫേസ് എന്ന് പറയുന്നത്? മെരിസ്റ്റമാറ്റിക് ഫേസ് ഉണ്ട്, ഇലോങ്ങേഷൻ ഫേസ് ഉണ്ട്, മെച്ചുറേഷൻ ഫേസ് ഉണ്ട്. അതിൽ ഏതിന്റെ ഫീച്ചർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്? ഒരു ഡൗട്ടും ഇല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫീച്ചേഴ്സ് എല്ലാം ഏത് ഫേസിന്റെ? ദ ഫേസ് ഓഫ് മെച്ചുറേഷൻ ആണല്ലോ.
അപ്പൊ മറ്റ് ഫേസസിന്റെ ഫീച്ചേഴ്സ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. നോക്കിയേ, മെരിസ്റ്റമാറ്റിക് സെൽസ് അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ഫേസിലുള്ള സെൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരുപാട് പ്രോട്ടോപ്ലാസം ഉണ്ടായിരിക്കും. ആൻഡ് സെൽ വാൾസ് പ്രൈമറി നേച്ചർ ആണ്, തിന്നാണ്, സെല്ലുലോസിക് ആണ്, ഒരുപാട് പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? എന്നാൽ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻസിലേക്ക് അല്ലെങ്കിൽ ഫേസ് ഓഫ് ഇലോങ്ങേഷനിലേക്ക് വരുമ്പോൾ അവിടെയുള്ള സെൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് വാക്യുലേഷൻ, സെൽ എൻലാർജ്മെന്റ് ആൻഡ് ന്യൂ സെൽ വാൾ ഡെപ്പോസിഷൻ. ഓക്കെ അല്ലേ? ആൻഡ് നമ്മുടെ ഫേസ് ഓഫ് മെച്ചുറേഷനിലേക്ക് വരുമ്പോൾ അവിടെയുള്ള സെൽസിന്റെ പ്രത്യേകത ദ സെൽസ് അറ്റൈൻ ദിയർ മാക്സിമം സൈസ് ഇൻ ടേംസ് ഓഫ് വാൾ തിക്കനിങ് ആൻഡ് പ്രോട്ടോപ്ലാസ്മിക് മോഡിഫിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്തായാലും ഈ ഭാഗം നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പൊ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളതും അത് തന്നെയാ, മാക്സിമം സൈസ് ഇൻ ടേംസ് ഓഫ് വാൾ തിക്കനിങ്. നമ്മൾ ആൻസർ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? ഫേസ് ഓഫ് മെച്ചുറേഷൻ ഓപ്ഷൻ 3 ആണ്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്തായാലും നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ക്ലിയർ? അടുത്തത് ഫോർമേഷൻ ഓഫ് മെരിസ്റ്റം intervesicular cambium from fully differentiated parenchyma cell is an example of. നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് അല്ലേ? അപ്പൊ നിങ്ങൾ ആ 3 കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് തന്നെ ഓർക്കുക. നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ട്, ഡി ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ട്, റീഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു മെരിസ്റ്റം ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലിന് ഡിവിഷൻ എന്ന് പറയുന്ന എബിലിറ്റി ലോസ് ചെയ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്ന എബിലിറ്റിയിലേക്ക് എത്തുന്ന മെച്യൂർ ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയാ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഡിഫറൻസിയേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ദെൻ ആ ഡിഫറൻഷിയേറ്റഡ് സെല്ലിന് ഡിവിഷൻ എന്ന് പറയുന്ന എബിലിറ്റി വീണ്ടും ഗെയിൻ ചെയ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്ന എബിലിറ്റി ലൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡി ഡിഫറൻസിയേഷൻ എന്ന് പറയാ. അതും ഓക്കെയാണല്ലോ. മൂന്നാമത്തത് റീഡിഫറൻസിയേഷൻ. എന്താണ് റീഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഡി ഡിഫറൻഷിയേറ്റഡ് സെല്ല് അല്ലെ, അതിന്റെ ആ ഡിവിഷൻ എന്ന് പറയുന്ന എബിലിറ്റി അത് എന്ത് ചെയ്യും? ലോസ് ചെയ്ത് വീണ്ടും ഫംഗ്ഷൻ എന്ന് പറയുന്ന എബിലിറ്റി ടേക്ക് ചെയ്യുന്ന അതല്ലേ റീഡിഫറൻസിയേഷൻ. ആൻഡ് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അതിന് എക്സാമ്പിൾസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സാമ്പിൾ വെച്ചിട്ടാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പഠിക്കണ്ടേ? നോക്കടാ, ഡിഫറൻസിയേഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് ട്രക്കീറി എലമെന്റ്സിന്റെ ഫോർമേഷൻ ആണ്. ഓക്കെ, ദെൻ ഡി ഡിഫറൻസിയേഷൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് the formation of meristem, intervesicular cambium and cork cambium from fully differentiated parenchyma cells ആണ്. And redifferentiation പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ഏതാ? the formation of secondary xylem, secondary phloem, phellum and phellodum. ഓക്കെ, അപ്പോ നമ്മളുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താ വരാ? ഇന്റർഫിസിക്കുലർ കാമ്പിയത്തിന്റെ ഒക്കെ ഫോർമേഷൻ അല്ലേ ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഡി ഡിഫറൻസിയേഷൻ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ നിങ്ങൾ ആ 3 എണ്ണത്തിൻ്റെയും ഡെഫിനിഷനും അതേപോലെ അതിന് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ട് പോകണം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ഗ്രോത്ത് റേറ്റിന്റെ ഭാഗത്ത് നിന്നാ. നമുക്കറിയാം 2 ടൈപ്പ് ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അരിത്മെറ്റിക് ഗ്രോത്തും ഉണ്ട്, ജോമെട്രിക് ഗ്രോത്തും ഉണ്ട് അല്ലെ? ഗ്രോത്ത് എന്ന് പറയുന്ന ആ ഒരു എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെയും ഫീച്ചർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രോത്ത് നടക്കുന്നത് മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ വഴിയാണ്. ഓക്കെ, മൈറ്റോസിസ് ആണ് അവിടെ നടക്കുന്നത്. എടാ, നിങ്ങൾക്കറിയാം മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷനിൽ ഒരു പാരന്റ് സെൽ ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസിനെയാണ് ഉണ്ടാക്കുക ആണല്ലോ. ഓക്കെ, അപ്പൊ 2 ഡോട്ടർ സെൽസ് ഉണ്ടായി. ഈ 2 ഡോട്ടർ സെല്ലുകളില് ഒന്ന് മാത്രം വീണ്ടും ഡിവൈഡ് ചെയ്യും, രണ്ടാമത്തേത് എന്താകും? ഫംഗ്ഷൻ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അങ്ങനെയുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അരിത്മെറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുക അല്ലെ? നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ LT is equal to L0 plus RT എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ആണല്ലോ. ആൻഡ് നമ്മൾ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ലീനിയർ കർവ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ഗ്രോത്ത് കൂടെ ഉണ്ട്, ജോമെട്രിക് ഗ്രോത്ത് ആണ്. ജോമെട്രിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോസിസ് വഴി ഉണ്ടാകുന്ന 2 ഡോട്ടർ സെല്ലില് 2ഉം ഡിവൈഡ് ചെയ്യും.
ഓക്കെ, ദെൻ ഈ രണ്ടുപേരും വീണ്ടും മൈറ്റോസിസ് നടക്കും, വീണ്ടും ഡോട്ടർ സെൽസ് ഉണ്ടാവും. ഉണ്ടാകുന്ന ആ എല്ലാ ഡോട്ടർ സെൽസും എന്ത് ചെയ്യാണ്, അവരെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു ഗ്രോത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ജോമെട്രിക് ഗ്രോത്ത് എന്ന് പറയാ. ജോമെട്രിക് ഗ്രോത്തിനെ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എന്താ, W1 is equal to W0 e raised to RT. ഓർമ്മ ഉണ്ടല്ലോ. നമ്മൾ അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തു. നമുക്ക് എന്താ കിട്ടിയത്, ഒരു സിഗ്മോയിഡ് കർവ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. മാത്തമാറ്റിക്കലി അരിത്മെറ്റിക് ഗ്രോത്ത് ഈസ് എക്സ്പ്രസ്ഡ് ആസ്, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അരിത്മെറ്റിക് ഗ്രോത്തിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താടാ, ഇറ്റ് ഈസ് LT ഈസ് ഈക്വൽ ടു L0 പ്ലസ് RT. ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, in the expression of exponential growth, WT is equal to W0 e raised to RT. R represent, okay, R എങ്ങനെയാ represent ചെയ്യുന്നത്, represent the relative growth rate. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണത്. അപ്പൊ ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വെക്കാം. ക്ലിയർ ആണല്ലോ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, the ability of plants to follow different pathways in response to environment leading to formation of different kinds of structures is called. അല്ലേ എടാ, അവിടെ എന്താ പറയുന്നത്, ഒരു പ്ലാന്റ് അതിന്റെ വളരുന്ന എൻവയോൺമെന്റ് മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ലൈഫിലെ എന്താ സ്റ്റേജസ് മാറുന്നതിനനുസരിച്ച് അവർക്ക് സ്ട്രക്ചറിൽ മാറ്റം വരുത്താനുള്ള എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റിയെ നമ്മൾ എന്താ വിളിക്കുക, ഇറ്റ് ഈസ് കോൾഡ് പ്ലാസ്റ്റിസിറ്റി. ഓപ്ഷൻ 4 ആണ് ആൻസർ വരിക. ഇതിന്റെ കൂടെ നിങ്ങൾ എക്സാമ്പിളോട് ചേർത്ത് പഠിക്കണം. പ്ലാസ്റ്റിസിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഹെറ്ററോഫിലി ഇൻ കോട്ടൺ, കൊറിയാണ്ടർ, ലാക്സ്പർ ആൻഡ് ബട്ടർകപ്പ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യങ്ങളെല്ലാം നമ്മുടെ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. സോ പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാൻ ഹോർമോൺസ്, ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും ഉണ്ട്, അവരിലെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. 5 പ്ലാൻ ഹോർമോൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്സിൻ, ജിബറലിൻ, സൈറ്റോകൈനിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ്. അതിന്റെ ഡിസ്കവറിയുടെ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം. ഓക്സിന്റെ കേസ് ആണെങ്കിൽ ഓക്സിൻ ഡിസ്കവേർഡ് ബൈ ചാൾസ് ഡാർവിൻ, ഫ്രാൻസിസ് ഡാർവിൻ അല്ലെ, ആൻഡ് വാസ് ഐസൊലേറ്റഡ് ബൈ ആരാ, FW വെന്റ് ആണല്ലോ. പിന്നെ എത്തിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്യാഷ്യസ് ഹോർമോൺ ആണ്, HH കസിൻസ് അല്ലെ. അങ്ങനെ എല്ലാവരുടെ പേരും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നോക്കുക. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ല. അപ്പൊ നമുക്ക് വേഗം അടുത്ത ചോദ്യത്തിലേക്ക് വരാം. The fruit and leaf drop at early stages can be prevented by the application of. Early drop of leaf and fruit prevent ചെയ്യുന്നത് ആരാ, it is a hormone, ഓക്സിൻ ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു ഇൻറ്റോൾ കോമ്പൗണ്ട് ആണ് ആര്, ഓക്സിൻ. അതേപോലെ അഡിനിൻ ഡെറിവേറ്റീവ് ആണ് നമ്മളുടെ സൈറ്റോകൈനിൻ, കൈനറ്റിൻ പഠിച്ചിട്ടുണ്ട്. ദെൻ കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ് ആണ് അബ്സിസിക് ആസിഡ്. ടെർപിൻ കോമ്പൗണ്ട് ആണ് ജിബറലിക് ആസിഡ്. ഗ്യാഷ്യസ് ഹോർമോൺ ആണ് ആര്, എത്തിലിൻ അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുക. സോ നമുക്കത് കൃത്യമായിട്ട് മാച്ച് ചെയ്യാം. അഡിനിൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആരാ, അഡിനിൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൈനറ്റിൻ ആണ് അല്ലെ, N6 ഫുർഫുറൈൽ അമിനോപ്യൂരിൻ. സോ AS ആണ്. അടുത്തത് കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ് ആരാടാ, കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അബ്സിസിക് ആസിഡ് ആണ്. സോ BP. അടുത്തത് ടെർപിൻ കോമ്പൗണ്ട് ആരാന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ടെർപിൻ ഈസ് ജിബറലിക് ആസിഡ് ആണ്. സോ CQ. ഗ്യാസസ് ഫോമിലുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അതാരാ, അത് എത്തിലീൻ ആണ്. സോ DR. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക, AS, BP, CQ, DR. ഓപ്ഷൻ ഏതാ വരിക, ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക. ഈ ഭാഗം നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം, which plant growth regulator is known as stress hormone? ഓക്കെ, ഏത് പ്ലാൻ ഹോർമോണെയാണ് നമ്മൾ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കുക, ഇറ്റ് ഈസ് അബ്സിസിക് ആസിഡ്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, the gaseous plant hormone is, ഒരേ ഒരു gaseous plant ഹോർമോണേ ഉള്ളൂ, അതാരാ, എത്തിലിൻ ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക. Next one, the hormone that promote bolting in rosette plants. Okay, bolting in rosette plants, അത് ആരാ പ്രൊമോട്ട് ചെയ്യുന്നത്, ഏത് ഹോർമോണാ, ഇറ്റ് ഈസ് ജിബറലിൻ ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക.
അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് മാച്ച് ചെയ്യാം. ഓക്സിൻ നമ്മൾ എങ്ങോട്ടേക്കാ മാച്ച് ചെയ്യുക? ഓക്സിൻ ടു എപ്പിക്കൽ ഡോമിനൻസ് ആണ്. സോ എ പി. ദെൻ ജിബറലിൻ ആണ് ബോൾട്ടിംഗ്. സോ ബി ക്യു. സൈറ്റോകൈൻ ആണ് എന്ത് ചെയ്യുന്നത്? ഡിലേ സെനസൻ സി ആർ. എത്തലിൻ ആണ് ഫ്രൂട്ട് റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. സോ ഡി എസ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. എ പി, ബി ക്യു, സി ആർ, ഡി എസ്. ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, which plant hormone was originally believed to promote abscission and dormancy? ആരാണ് abscission and dormancy ലൊക്കെ മെയിൻ റോൾ വഹിക്കുന്നത്? ഇറ്റ് ഈസ് അബ്സിസിക് ആസിഡ് ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, which of the following promote femaleness in flowers? ഒരു പ്ലാന്റില് ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ എണ്ണം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ഹോർമോണാ? അത് എത്തലിൻ ആണ്. ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ ഭാഗം വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ ഹോർമോൺസും അതിന്റെ ഫങ്ഷൻസും കൃത്യമായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. അതിന്റെ ആവശ്യം ഇവിടെ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും വളരെ വൃത്തിയായിട്ട് ആ ഹോർമോൺസും അതിന്റെ ഫങ്ഷൻസും വളരെ ഭംഗിയായിട്ട് തന്നെ പഠിക്കുക. എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ നമുക്ക് ഒരു ചാപ്റ്റർ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഓക്കെ, ഓരോ വർഷവും നീറ്റിന് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഓരോ രീതിയിലാണ്. ഒരു വർഷം ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല, പക്ഷെ ചില വർഷങ്ങളിൽ 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പഠിക്കാൻ എന്താ വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻലി പഠിക്കുന്നത് മൈക്രോബ്സിനെ കുറിച്ചാണ് അല്ലെ. നമുക്ക് ചുറ്റും ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്. ലൈക്ക് ബാക്ടീരിയ, ഫംജൈ, വൈറസ്, പ്രയോൺസ്, വൈറോയിഡ്സ് അല്ലെ. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംജൈ എന്ന് പറയുന്ന കിണ്ടങ്ങളിലായിട്ടാണ് നമുക്ക് അറേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. മൈക്രോബുകളെ അറേഞ്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റുക. ആ മൈക്രോബ്സ് പൊതുവെ നമ്മൾ മൈക്രോബ്സ് എന്ന് പറയുമ്പോൾ അവർ നമുക്ക് പാത്തജൻസ് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെ മാത്രമല്ല, മൈക്രോബ്സ് വളരെ നല്ല രീതിയിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൈക്രോബ്സിന്റെ യൂസസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും തിയറി പോയിന്റ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ കോളത്തിൽ ഉള്ളതിനെ കൃത്യമായിട്ട് നമ്മൾ സെക്കൻഡ് കോളമായിട്ട് മാച്ച് ചെയ്യണം. ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുക ലാബ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ആരാ ലാബ് എന്ന് പറയുന്നത്? ലാബ് ഈസ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ. അപ്പൊ പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന മൈക്രോബാണ് ആരെന്ന് പറയുന്നത്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഓക്കെ അല്ലേ. then അടുത്തത് തൈര് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പാലിലേക്ക് 1 സ്പൂൺ തൈര് ആഡ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുന്ന 1 സ്പൂൺ തൈരിലെ മില്യൺസ് ഓഫ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ ഉണ്ട്. അതിന് നമ്മൾ ഇനോക്കുലം, ആഡ് ചെയ്യുന്ന 1 സ്പൂൺ തൈരിനെ നമ്മൾ ഇനോക്കുലം അല്ലെങ്കിൽ സ്റ്റാർട്ടർ എന്നാണ് വിളിക്കുക. പഠിച്ചിട്ടില്ലേ? ആൻഡ് തൈരില് വൈറ്റമിൻ B12 എൻറിച്ച്ഡ് ആണ്. ആൻഡ് നമ്മളുടെ വയറില് മറ്റ് ഡിസീസ് കോസിങ് മൈക്രോബ്സ് ഉണ്ടോന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഈ ലാബ് സഹായിക്കുന്നുണ്ട്. ഓർമ്മ ഉണ്ടല്ലോ. ദെൻ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ മാത്രമല്ല, ഫംഗസിന്റെ കേസിലേക്ക് വരുമ്പം യൂണിസെല്ലുലാർ ഫംഗസ് ആണ് നമ്മളുടെ ഈസ്റ്റ്, സെക്കാരോമൈസസ് സെർവീസിയെ. ഇവരാണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? ബ്രെഡിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് തന്നെ കൃത്യമായിട്ട് മാച്ച് ചെയ്യാം. നോക്കുക, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ നമുക്ക് എങ്ങോട്ടേക്കാ മാച്ച് ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് ലാക്ടോബാസിലസ് എ ക്യു. ദെൻ അടുത്തത് ഇനോക്കുലം എങ്ങോട്ടേക്കാ മാച്ച് ചെയ്യുക? ഇറ്റ് ഈസ് സ്റ്റാർട്ടർ. ദെൻ ബേക്കേഴ്സ് ഈസ്റ്റ് എങ്ങോട്ടേക്കാ മാച്ച് ചെയ്യുക? സെക്കാരോമൈസർ സെർവീസിയെ. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. എ ക്യു ബി ആർ സി പി ഉണ്ടല്ലോ. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം. ലാർജ് ഹോൾസ് ഇൻ സിസ്റ്റീസ് are due to the production of a large amount of carbon dioxide by. നമ്മൾ മൈക്രോബ്സ് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഏരിയയാണ് ചീസ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. 2 ടൈപ്പ് ചീസ് ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. ഒന്ന് സിസ്റ്റീസ് ആണ്, സിസ്റ്റീസ്. രണ്ടാമത് പഠിക്കുന്നത് റോക്കി ഫുഡ് ചീസും ആണ്.
സിസ്റ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ റൈപ്പനിങ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയ ആണ്. ദാറ്റ് ഈസ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ അവിടെയാണ് നിങ്ങൾ ലാർജ് ഹോൾസ് കാണുന്നത് സിസ്റ്റീസിലാ. കാരണം എന്താ, അവിടെ ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതാ. യെസ്. രണ്ടാമത്തെ ചീസാണ് റോക്കി ഫുഡ് ചീസ്. റോക്കി ഫുഡ് ചീസ് ഉണ്ടാക്കുന്ന സമയത്ത് റൈപ്പനിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത് ഒരു ഫംഗസിനെയാണ്. ഏത് ഫംഗസാ? ഇറ്റ് ഈസ് പെനിസിലിയം റോക്കിഫോർട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ചോദ്യത്തിലേക്ക് വരാ, സിസ്റ്റീസിലെ ലാർജ് ഹോൾസ് ഉണ്ടാവാൻ കാരണം ആരാ? ഇറ്റ് ഈസ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. 4 ഓപ്ഷനും അങ്ങനെയാ വന്നിട്ടുള്ളത്. ആരാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ബാക്ടീരിയ. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ആ ഏരിയ വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യാ, പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മൈക്രോബ്സിനെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു യൂസ്ഫുൾ ഏരിയ എന്ന് പറയുന്നത് ബിവറേജസിന്റെ ഒക്കെ പ്രിപ്പറേഷനാണ്. ബിവറേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന്റെ ഒക്കെ അല്ലേ. അപ്പൊ ബിവറേജസ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന മൈക്രോബ് എന്ന് പറയുന്നത് ബ്രൂവേഴ്സ് ഈസ്റ്റ്, അതായത് നമ്മുടെ സെക്കാരോമൈസസ് സർവീസിനെയാണ് അല്ലേ. അപ്പോ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, ബിവറേജസ് ഡിസ്റ്റിലേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ട്, ഡിസ്റ്റിലേഷൻ ഇല്ലാതെ ഉണ്ടാക്കുന്നതും ഉണ്ട്. അപ്പൊ ആ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുക. Which one of the following alcoholic drink is produced without distillation? ഡിസ്റ്റിലേഷൻ ഇല്ലാതെ രണ്ടെണ്ണേ പഠിക്കുന്നുള്ളൂ. ഒന്ന് ബിയർ ആണ്, രണ്ടാമത്തത് വൈൻ ആണ്. ദെൻ ബ്രാൻഡി, വിസ്കി, റമ്മൊക്കെ എന്താ, അത് വിത്ത് ഡിസ്റ്റിലേഷൻ ആണ്. സോ ഓപ്ഷൻ 1 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Statement 1. While working on staphylococci, Alexander Fleming observed that Penicillium notatum releases a chemical that inhibits the growth of bacteria. അല്ലെ, നമ്മൾ ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷനിലും നമ്മൾ ഈ മൈക്രോബ്സിന്റെ യൂസ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡിസ്കവേർഡ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് പെനിസിലിൻ ആണ്. ഫ്രം പെനിസിലിയം നൊട്ടേറ്റം കണ്ടെത്തിയത് ആരാ? ഇറ്റ് ഈസ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് അല്ലെ. അപ്പൊ അതൊരു ആക്സിഡന്റൽ ആയിട്ടുള്ള ഡിസ്കവറിയാ. ഈ പറയുന്ന അലക്സാണ്ടർ ഫ്ലെമിംഗ് സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയില് സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ അയാള് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പെറ്റ് ഡിഷ് വാഷ് ചെയ്യാതെ വെച്ച് പോയപ്പോ അവിടെ എന്താണ്, ഒരു പ്രത്യേക തരം ഒരു മൗൾഡ്, ഒരു ഫംഗസ് ഉണ്ടാവുകയാണ് ചെയ്തത്. ആ ഫംഗസ് ആണ് ആര്? പെനിസിലിയം നൊട്ടേറ്റം. ആ പെനിസിലിയം നൊട്ടേറ്റത്തിൽ ഉണ്ടാകുന്ന കെമിക്കലാണ് അവിടെ ഉണ്ടായിരുന്ന ബാക്ടീരിയനെ നശിപ്പിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ, കറക്റ്റാ. Then statement 2, the inhibiting chemical was commercially extracted and its full potential as an antibiotic was established by Ernest Chain and Howard Florey. Okay, ഫ്ലെമിംഗ് ആണ് കണ്ടുപിടിച്ചതെങ്കിൽ കൂടി അതിനൊരു ഫുൾ പൊട്ടൻഷ്യൽ ആന്റിബയോട്ടിക് ആക്കി മാറ്റിയത് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് തന്നെയാണല്ലോ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ, കറക്റ്റ് ആണ്. അപ്പോ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഏതാ എടുക്കുക? ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ ഈ ഹവാർഡ് ഫ്ലോറെ, അതേപോലെ ഏർണസ്റ്റ് ചെയിൻ, ദെൻ ഫ്ലെമിംഗ്, ഇവർക്ക് 3 പേർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഡിസ്കവറിക്ക് നോബൽ പ്രൈസ് കൂടി കിട്ടിയിട്ടുണ്ട്. ദെൻ ആന്റിബയോട്ടിക്സിനെ നമ്മൾ ആന്റി ബാക്ടീരിയൽ ഏജൻസ് എന്നാണ് വിളിക്കുക. അപ്പൊ ആന്റിബയോട്ടിക്സ് ഏതൊക്കെ ഡിസീസസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. They have the capacity to treat deadly bacterial disease such as plague, വൂപ്പിംഗ് കഫ് അല്ലെങ്കിൽ ഖാലിഗാസി, ഡിഫ്തീരിയ അല്ലെങ്കിൽ ഖാൽഗൊട്ടു, ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗ്. ഈ അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ആ ഏരിയ വൃത്തിയായിട്ട് നോക്കുക കേട്ടോ. ദെൻ അടുത്ത കുറെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കാണാൻ പറ്റുക. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് വൺ. ഇതിൽ നിന്ന് തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. അഡിനോ വൈറസ് കോസസ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. ശരിയാണല്ലോ. Bacteria and fungi can grown in petri dish to form colonies. അല്ലെ, ബാക്ടീരിയയ്ക്കും ഫംഗസിനും പെട്രി ഡിഷില് കോളനീസ് ഉണ്ടാക്കാൻ പറ്റും ആഫ്റ്റർ ഗ്രോയിങ്. ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ കോളനീസ് ക്യാൻ ബി സീൻ എങ്ങനെയാ? വിത്ത് നേക്കഡ് ഐ. ശരിയാണ്. ബാക്ടീരിയ ആൻഡ് ഫംഗസ് ആണെങ്കിൽ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല. ബട്ട് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ കോളനീസിന് എന്ത് ചെയ്യാൻ പറ്റും? നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Prions are smallest infectious particle with an RNA genome and protein capsid. ആണോ? പ്രയോൺസ് എന്ന് പറയുന്നത് എന്താ? അതിന് പ്രോട്ടീനും അങ്ങനത്തെ ഒന്നുമില്ല അല്ലെ, പ്രോട്ടീൻ കോട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. സോ ഇൻകറക്റ്റ് ഈസ് ഓപ്ഷൻ 4. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം,
ഫിൽ അപ്പ് ദി ബ്ലാങ്ക് ബൈ സെലക്ടിങ് ദി കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള ഏരിയാസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇതിൽ നമ്മൾ ഇതുവരെ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ മൈക്രോബ്സിനെ യൂസ് ചെയ്ത് നമ്മൾ പലതരത്തിലുള്ള ആസിഡുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. സിട്രിക് ആസിഡ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. അസറ്റിക് ആസിഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം അസറ്റോബാക്ടർ അസറ്റൈ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ്. ബ്യൂട്ടിലിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ്. ലാക്റ്റിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്. ദെൻ എത്തനോൾ അല്ലെങ്കിൽ ഈസ്റ്റ് ഓൾറെഡി പറഞ്ഞതാണ്. സെക്കാരോമൈസസ് സെർവീസിയെ അതൊരു ഫംഗസ് ആണ്, അതിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മറക്കരുത്. അതുകൂടാതെ ഒരുപാട് എൻസൈംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലിപ്പേസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ലിപ്പേസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഡിറ്റർജൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താ? ലിപ്പേസ് ആണ്. നമ്മുടെ ഡ്രസ്സിലൊക്കെ വരുന്ന ഓയിലി സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ലിപ്പേസ. അപ്പൊ ലിപ്പേസ് ഡിറ്റർജൻസും അതേപോലെ ഓയിൽ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാനും. ദെൻ പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസസ് എവിടെയാ യൂസ് ചെയ്യുക? ബോട്ടിൽഡ് ജ്യൂസസ്, അത് ക്ലിയർഡ് ബോട്ടിൽ ജ്യൂസസ്, അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസസ് ആ. സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന ബാക്ടീരിയ, സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ, അതിൽ നിന്നാണ് സ്ട്രെപ്റ്റോകൈനേസ് കിട്ടുക. ആ സ്ട്രെപ്റ്റോകൈനേസ് നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ക്ലോട്ട് ബസ്റ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് എന്തായാലും ഓർത്ത് വയ്ക്കണം. ഇതിനടുത്ത് നിങ്ങൾ പഠിക്കുന്നത് സൈക്ലോസ്പോറിൻ എനെ കുറിച്ച് പഠിക്കുന്നില്ലേ, മറ്റ് മോളിക്യൂൾസ് പറഞ്ഞിട്ട്. ഈ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. ആൻഡ് അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു ഫംഗസിൽ നിന്നാണ്. ഫംഗസിന്റെ പേരെന്താ? ട്രൈക്കോഡെർമ പോളിസ്പോറം, മറക്കരുത്. ദെൻ സ്റ്റാറ്റിൻ ആണ് അടുത്തതായിട്ട് പഠിക്കുന്നത്. സ്റ്റാറ്റിൻ ഒരു ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആണ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എൻ ഈസ്റ്റ് ആണ്, മൊണാസ്കസ് പർപ്യൂരിയസ്. ഇത് പല വർഷങ്ങളിലായിട്ട് ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഈ ഏരിയ വളരെ വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. നോക്കാം, ഫിൽ ചെയ്യാം നമുക്കിനി. ഒന്നാമത്തത്, they dash have been commercialized as a blood cholesterol lowering agent. ആരാ blood cholesterol lowering agent എന്ന് പറയുന്നത്? it is statin ആണ്. അപ്പോൾ ഇവിടെ statin. ഇതിനടുത്തത്, dash is used as an immunosuppressive agent in organ transplant patients. ആരാണ് immunosuppressive agent എന്ന് പറയുന്നത്? സൈക്ലോസ്പോറിൻ എ ആണ് അല്ലേ. ഇതിനടുത്തത്, ക്ലോട്ട് ബസ്റ്റർ. ആരാ ക്ലോട്ട് ബസ്റ്റർ എന്ന് പറയുന്നത്? സ്ട്രെപ്റ്റോകൈനേസ് ആണ് അല്ലേ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിൻ ആണ്. ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് എന്ന് പറയുന്നത് സൈക്ലോസ്പോറിൻ എ ആണ്. ക്ലോട്ട് ബസ്റ്റർ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകൈനേസ് ആണ്. കറക്റ്റ് അല്ലേ? അപ്പൊ ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? അടുത്ത ചോദ്യം, ഫൈൻഡ് ദി കറക്റ്റ് പെയർ. സീവേജ് ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആ. അപ്പൊ സീവേജ് ട്രീറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ എന്താണ്? 2 സ്റ്റേജസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ട്രീറ്റ്മെന്റും സെക്കൻഡറി ട്രീറ്റ്മെന്റും. പ്രൈമറി ട്രീറ്റ്മെന്റിൽ എന്തൊക്കെയാ? ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്നുള്ള എഫ്ലുവെന്റിനെ നമ്മൾ ഫസ്റ്റ് എയറേഷൻ ടാങ്കിലേക്ക് മാറ്റും. ആൻഡ് എയറേഷൻ ടാങ്കിലേക്ക് എയർ കൊടുക്കുമ്പം അവിടെ ആരുണ്ടാകും? അവിടെ ഫ്ലോക്സ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഭാഗം പറയുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നമ്മളുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ആ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിങ്ങളൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. അവിടെ 2 സ്റ്റേജസ് ആണുള്ളത്, പ്രൈമറി ട്രീറ്റ്മെന്റും സെക്കൻഡറി ട്രീറ്റ്മെന്റും അല്ലെ. നമ്മുടെ സീവേജ് ഫസ്റ്റ് പോകുന്നത് പ്രൈമറി ട്രീറ്റ്മെന്റിലാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുക? അവിടെ ഫിൽട്രേഷനും സെഡിമെന്റേഷനും ആണല്ലോ. ദെൻ അവിടെ സെഡിമെന്റേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഈ എഫ്ലുവെന്റിനെ നമ്മൾ ഏതിലേക്ക്? എയറേഷൻ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എയറേഷൻ ടാങ്കിൽ നമ്മൾ അതിന് എയർ പാസ് ചെയ്യും. കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് അതിനെ അജിറ്റേറ്റ് ചെയ്യും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എയറോബിക് ബാക്ടീരിയയും ഫംഗസിന്റെയും ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും. അതാണ് ഫ്ലോക്സ്. ഓർമ്മ ഉണ്ടല്ലോ. ദെൻ എയറേഷൻ ടാങ്കിൽ നിന്ന് ഫ്ലോക്സിനെ നമ്മൾ എന്ത് ചെയ്തു? സെറ്റിംഗ് ടാങ്കിലേക്ക് മാറ്റി അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഫ്ലോക്സ് വന്നിട്ട് സെറ്റിൽ ഡൗൺ. അതിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് വിളിക്കുക.
ഇതിന് മേലെ ആരുണ്ട്? എഫ്ലുവന്റ് ഉണ്ട്. അതിനെ നമ്മൾ റിവറിലേക്കൊക്കെ പാസ് ചെയ്യും. ദെൻ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ ഏതിലേക്കാ? അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് പാസ് ചെയ്യും. ആൻഡ് ദെൻ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അതിലുള്ള മൈക്രോബ്സ് ആക്ട് ചെയ്ത് അവിടെ മീഥെയിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കും അല്ലെ? വളരെ ബ്രീഫായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുക. ഫൈൻഡ് ദി കറക്റ്റ് പെയർ. കറക്റ്റ് പെയർ കണ്ടെത്തുക. നോക്കുക, ഫ്ലോക്സ് മാസസ് ഓഫ് അനേറോബിക് ബാക്ടീരിയ ആണോ? ഫ്ലോക്സ് എന്ന് പറയുന്നത് എന്താ? എയറോബിക് ബാക്ടീരിയയും ഫംഗസും കൂടിയിട്ടുണ്ടാവുന്ന മെഷ് ലൈക്ക് സ്ട്രക്ചറാ. അപ്പൊ അനേറോബിക് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് തെറ്റി. അനേറോബിക് സ്ലഡ്ജ് ഡൈജഷൻ, പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, മീഥെയിൻ. ശരിയല്ലേ? യെസ്. Treated effluent of secondary treatment plant digested in anaerobic sludge digester. ആണോ? ട്രീറ്റഡ് എഫ്ലുവന്റിനെ അല്ല അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. എവിടെ? അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ. അപ്പൊ അത് തെറ്റാ. പ്രൈമറി സ്ലഡ്ജ് സെഡിമെന്റഡ് ഫ്ലോക്സ് അല്ലല്ലോ. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ് എന്ത്? സെഡിമെന്റഡ് ഫ്ലോക്സ്. അപ്പൊ ഇതും തെറ്റാ. സോ ഇവിടെ കറക്റ്റ് പെയർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2. അപ്പൊ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? അടുത്ത ചോദ്യം, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഇൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈസ്. ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെ നമ്മൾ എന്താ ചെയ്യുക? ഇറ്റ് ഈസ് പമ്പ്ഡ് ഇൻ ടു അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ. ശരിയല്ലേ? ദെൻ അവിടെ വെച്ച് അനേറോബിക് ബാക്ടീരിയ ആക്ട് ചെയ്യും. ശരിയാണ്. ദെൻ അവിടെ എന്തുണ്ടാകും? പ്രൊഡ്യൂസസ് ബയോഗ്യാസ് വെൻ ട്രീറ്റഡ് ഇൻ അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ. മൂന്നും കറക്റ്റ് ആണ്. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? അടുത്ത ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് നമുക്ക് ഏതിലേക്കാ മാച്ച് ചെയ്യാൻ പറ്റുക? സ്റ്റാറ്റിൻ. സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആണ്. സോ A3. ദെൻ അടുത്തത് സൈക്ലോസ്പോറിൻ. പഠിച്ചില്ലേ? സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത് എന്താ? ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആണ്. സോ B4. ദെൻ അടുത്തത് സ്ട്രെപ്റ്റോകൈനേസ. എന്താ സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ക്ലോട്ട് ബസ്റ്റർ, റിമൂവൽ ഓഫ് ക്ലോട്ട് ഫ്രം ബ്ലഡ് വെസൽ. സോ C2. അടുത്തത് ലിപ്പേസസ് ആണ്. ലിപ്പേസസ് എന്ന് പറയുന്നത് എന്താ? ഫോർ ദി റിമൂവൽ ഓഫ് ഓയിൽ സ്റ്റെയിൻസ് ആണ്. സോ A3, B4, C2, D1. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം മൈക്കോറൈസയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ മൈക്കോറൈസ എന്താന്ന് മക്കൾക്ക് അറിയാം. മൈക്കോറൈസ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് എന്നാണ് പഠിക്കുന്നത് അല്ലെ? ഗ്ലോമസ് എന്ന് പറയുന്ന ഫംഗസ് മൈക്കോറൈസൽ അസോസിയേഷൻ ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ആണെന്നും പഠിച്ചിട്ടുണ്ട്. ആൻഡ് ആ മൈക്കോറൈസൽ അസോസിയേഷൻ എന്തിനെല്ലാമാണ് പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ദ ബെനിഫിറ്റ്സ് ഓഫ് മൈക്കോറൈസ ആർ റെസിസ്റ്റന്റ് ടു റൂട്ട് ബോൺ പാത്തോജൻ. കറക്റ്റ് ആണ്. അബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫറസ് ഫ്രം സോയിൽ. ശരിയാണ്. ടോളറൻസ് ടു ഡ്രോട്ട് ആൻഡ് സെലൈനിറ്റി. ശരിയല്ലേ? ഓവറോൾ ഇൻക്രീസ് ഇൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ആണല്ലോ. അപ്പൊ എല്ലാം നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? അടുത്ത ചോദ്യം, the technology of biogas production from cow dung was developed in India largely due to the efforts of Indian Agricultural Research Institute and Gandhian Village Industries Commission. Direct question ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, in biological nitrogen fixation by microbe. കുറെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. Rhizobium fixes nitrogen in the root nodules of leguminous plants. Correct അല്ലേ? അടുത്തത്, glomus are symbiotic bacteria in the root nodules of leguminous plant. ആണോ? ഗ്ലോമസ് എന്ന് പറയുന്നത് സിംബയോട്ടിക് ബാക്ടീരിയ ആണോ? അല്ല, അത് ഫംഗസ് ആണ്. അപ്പൊ അത് തെറ്റാണ്. Mycorrhizae are symbiotic association between vascular plants and fungi which fixes atmospheric nitrogen. ആണോ? അല്ല, ഫോസ്ഫറസിന്റെ അബ്സോർപ്ഷൻ ആണ് അത് സഹായിക്കുന്നത്. അപ്പൊ ഇതും എന്താ? തെറ്റാ. സൈനോബാക്ടീരിയ, അനാബിന, നോസ്റ്റോക്ക് and Oscillatoria serve as important biofertilizers in paddy field. കറക്റ്റ് അല്ലേ? അപ്പോ ഇവിടെ തന്നിരിക്കുന്നതില് 1ഉം അതേപോലെ 4ഉം കറക്റ്റ് ആണ്. 2ഉം 3 എന്താ? ഇൻകറക്റ്റ് ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. യെസ്, ഓൺലി 1 and 4 കറക്റ്റ്. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, which of the following organism cannot fix nitrogen? താഴെ തന്നിട്ടുള്ളതിൽ ആർക്കാണ് നൈട്രജൻ ഫിക്സേഷന് കഴിയാത്തത്? അസറ്റോബാക്ടർ കഴിയുന്ന ആളാണ്. ഓസിലറ്റോറിയ
കഴിയും. സൈനോബാക്ടീരിയ. നാപ്പിന യെസ് കഴിയുന്ന ആളാണ്. എന്നാ വോൾവോക്സ് ആൽഗി ആണ്, അവർക്ക് പറ്റില്ല. നോസ്റ്റോക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട് സൈനോബാക്ടീരിയ, അവർക്ക് പറ്റും. സോ ഇവിടെ പറ്റാത്തത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കനോട്ട് ഫിക്സ് നൈട്രജൻ, ആർക്ക് മാത്രമേ പറ്റാത്തതുള്ളൂ? ഓൺലി വോൾവോക്സ്. ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടും നല്ല ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ പ്ലാന്റ് ഗ്രോത്ത് ആണെങ്കിലും മൈക്രോബ്സ് ആണെങ്കിലും രണ്ടും അടിപൊളി ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ റീനീറ്റിന് വേണ്ടി നമ്മളുടെ മുന്നിലുള്ളൂ. സോ എല്ലാം ഉഷാറാവട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. സോ ഓക്കെ, ബൈ.